Audio Jungle. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമുക്ക് ചെറിയ രീതിയിൽ 5 മിനിറ്റ് കൊണ്ട് ചോറിന് പറ്റിയ ഒരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 5 പീസ് ചെറിയ ഉള്ളി, 5 വറ്റൽമുളക്, 2 ചെറിയ പച്ചമുളക്, 4 പീസ് ചെറിയ പീസുകളാക്കിയ ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കുരുമുളക് ഒരു 1.5 ടേബിൾ സ്പൂണോളം എടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചൊക്കെയാണ് ചെയ്യുന്നത്. പുളി ഒരു 5 മിനിറ്റേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിലോട്ട് ഇനി ആദ്യം പുളിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് വേണം വെള്ളത്തിലിട്ട് വയ്ക്കാൻ. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കാതെ ഇപ്പോൾ ചേർത്തത്. അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ പുളി ഒന്ന് കുമരാൻ വെക്കുമ്പോൾ ആദ്യം നിങ്ങൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേണം വെക്കാൻ. ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് ഇതിലോട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ കുരുമുളകും വറ്റൽമുളകും ഇതെല്ലാം കൂടി ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുക്കുക. കുരുമുളകിൻ്റെ അളവ് കുറയരുത്, ഒരു 1.5 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക. അത് മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ കടുക്, കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇത്രയും ചതഞ്ഞാൽ മതിയാകും. ഇതിനെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ നമ്മുടെ രസം തയ്യാറാക്കാൻ വേണ്ടി എടുക്കുക. നമ്മുടെ ഈ രസത്തിന് ടൊമാറ്റോ ചേർക്കുന്നില്ല, രസപ്പൊടി ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റാണ്. അതൊന്നും ചേർക്കാതെ തന്നെ നമ്മുടെ ഈ രസം തയ്യാറാക്കുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സ്ഥിരമായി ഈ രസം നമ്മളിവിടെ തയ്യാറാക്കി കഴിക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇത് ചോറിനോട് കൂടി കഴിക്കാൻ മാത്രമല്ല, നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കുടിക്കാനും നല്ല ഇതാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് കരിയാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഏതാണ്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാകും. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ നമ്മുടെ രസത്തിന് വേണ്ടിയുള്ള പുളിയൊക്കെ ചേർത്ത് വെച്ചിട്ടില്ലേ, അതിനെ നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് പുഴിഞ്ഞെടുത്ത് മറ്റൊരു ബൗളിലോട്ടാക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പുളിപ്പ് നോക്കിയതിന് ശേഷം ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറേ കൂടി വെള്ളം ഇതിലോട്ട് ചേരും. പുളി നല്ല പുളിപ്പുള്ള പുളിയാണ്. ഉപ്പും കൂടെ ഒഴിച്ച് നോക്കിയതിന് ശേഷമാണ് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനുള്ളത്. നമ്മുടെ രസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഉപ്പ് ആവശ്യത്തിന് നമ്മുടെ പുളിപ്പും അനുസരിച്ച് കറക്റ്റ് അളവിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ രസം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള രസമാവുന്നത്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഉപ്പ് ചേർത്തതിന് ശേഷം വേണം പുളിപ്പിൻ്റെ അളവ് നോക്കി വെള്ളം കൂടുതൽ ചേർക്കാൻ വേണ്ടി. ഇതിപ്പോൾ ഞാൻ കറക്റ്റിന് ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കായമാണ്. അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ വേറെ ഒരു പൊടി ഐറ്റംസ് കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല. ഇത് നല്ലതുപോലെ തിളച്ച് മറിഞ്ഞ് പൊങ്ങി പോകാതെ, അപ്പോൾ ഒരു നല്ല തിള വരുമ്പോൾ ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് ഓഫാക്കി കൊടുക്കുക. ഞാനൊരു 1/4 ടേബിൾ സ്പൂണിനേക്കാൾ കുറച്ച് അളവിൽ ഒരു പെരിഞ്ചീരകം ചതച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർക്കുമ്പോൾ നമ്മുടെ രസം നല്ല ടേസ്റ്റും മണവുമാണ്. രസം ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു രസം തയ്യാറായിട്ടുണ്ട്.
നമുക്ക് ചോറിനോട് കൂടി ഈ രസം മാത്രം വെച്ച് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ വയറൊക്കെ നല്ല ക്ലിയറായി നല്ലൊരു ഉന്മേഷം വരാൻ ഈ ബാക്കി വരുന്ന രസം നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ്. നമ്മളിത് കുടിക്കാനും കഴിക്കാനും പറ്റുന്ന രീതിയിലാണ് ഈ രസം തയ്യാറാക്കുന്നത്. നമ്മൾ സ്ഥിരം കഴിക്കുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.